ഇപ്പോൾ ഒരു അപകട വാർത്തയിലേക്ക് പോകേണ്ടി വരുന്നു. കൊച്ചിയിൽ ഹോട്ടലിലുണ്ടായ പൊട്ടിത്തെറിയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്കുണ്ട്. കലൂരിലെ ഇഡ്ലി കഫേ എന്ന ഹോട്ടലിലാണ് ഈ അപകടം സംഭവിച്ചത്. രാഗിൻ വിവരങ്ങൾ വേണ്ട. രാഗിൻ, ഇത് എങ്ങനെ സംഭവിച്ചു? ആരാണ് മരിച്ചത്? മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ? ഒരു 20 മിനിറ്റ് മുൻപാണ് ഇവിടെ അപകടമുണ്ടായത്. ഇഡ്ലി കഫേ എന്ന് പറയുന്ന ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഹോട്ടലാണ്. അവിടെയാണ് പൊട്ടിത്തെറിച്ചത്. സ്റ്റീമർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതായത് ഈ ആവി കയറ്റാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, അതാണ് പൊട്ടിത്തെറിച്ചത്. വലിയ പ്രഷറോടുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇവിടെ സ്റ്റാഫുകൾക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചിരിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അത് തൊട്ടടുത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് 4 പേർ കൂടിയുണ്ട്. അവരുടെ പരിക്കും അല്പം പ്രശ്നത്തിലാണ്. അതിൽ 2 പേരെ ജനറൽ ആശുപത്രിയിലേക്കും 2 പേരെ ലിസി ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടൊരു സംഭവമാണ് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വലിയ തിരക്കുള്ള ഒരു കട കൂടിയാണ്, വലിയ ഹോട്ടൽ കൂടിയാണ് ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഇഡ്ലി കഫേ എന്ന് പറയുന്ന ഹോട്ടൽ. അവിടെയാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായത്. എന്താണ് നിലവിൽ അതിലെ പിക്ചർ? ഒരാൾ മരിച്ചിരിക്കുന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടതായിട്ടാണ്. ബാക്കി 4 പേർക്ക് പരിക്കുണ്ട്. അവർ വിവിധ ഹോസ്പിറ്റലുകളായിട്ട് ചികിത്സയിലാണ്. ഒട്ടനവധി തിരക്കുള്ള ഒരു ഹോട്ടലാണ്. അവിടെ ആ സമയത്ത് അധികം ആളുകൾ, കസ്റ്റമേഴ്സ് എത്രത്തോളം പേരുണ്ടായിരുന്നു? കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരം ഷോപ്പിലെ ജീവനക്കാരായ ആൾക്കാർക്കാണെന്നും ഇത് ഷോപ്പിലെ ബോയിലർ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു അപകടമാണെന്ന് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവരുടെ അത് സംബന്ധിച്ച് പരിക്ക് അത്ര സാരമുള്ളതല്ല. ബോയിലർ തൊട്ടടുത്തിരുന്ന ആളാണ് ഇപ്പോൾ മരണപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുമിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി ബാക്കിയുള്ളവരുടെ നില ആശുപത്രിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർ കാഷ്വാലിറ്റിയിലും വിവിധ സ്ഥലങ്ങളിലും ചികിത്സയിലാണ്, വിവിധ ഹോസ്പിറ്റലായിട്ട്. ഈ 5 പേര് ഇതര സംസ്ഥാനക്കാരാണോ അതോ മലയാളികളാണോ? എങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അതിന്റെ ഡാറ്റാസ് ലഭ്യമായിട്ടില്ല. അത് എടുത്തു വരുന്നേ ഉള്ളൂ.